അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഈ മനോഹരമാകുന്ന സദസ്സിൽ വന്നിരിക്കുന്നവരോട് സ്നേഹത്തോടുകൂടി പറയുകയാണ്, ഈ സദസ്സിൽ എന്റെ പ്രിയമുള്ളവരെ ഇരിക്കുന്ന 20 വയസ്സുള്ള ചെറുപ്പക്കാരാ, 30 വയസ്സുള്ള ചെറുപ്പക്കാരാ, 40 വയസ്സുള്ള ചെറുപ്പക്കാരാ, 50, 60, 70, 80 വയസ്സുള്ള എന്റെ പ്രിയമുള്ള ഉപ്പമാരെ, നിങ്ങളോട് ഞാൻ സ്നേഹത്തിലൊരു കാര്യം പറയുകയാണ്. നാളെ എന്താണ് നടക്കുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും അറിയൂല. അല്ലാഹുവേ, നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ പ്രതിഫലം കരഗതമാക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് പ്രതിഫലങ്ങൾ കരഗതമാക്കാൻ ഒരു ചെറിയ വാക്കുണ്ടല്ലോ, ഞാൻ പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മദ്രസയിൽ പഠിക്കുന്ന പ്രിയമുള്ള മക്കള്, പല ജോലികളും ചെയ്യുന്ന പ്രിയമുള്ള ഉപ്പമാര്, ഈ പറയുന്ന വാക്കുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവര് പറഞ്ഞുകൊള്ളുക. സമസ്തയുടെ മദ്രസയിൽ എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നിരുന്നിട്ട് 5ാം ക്ലാസ് വരെ പഠിച്ചവര്, 6ാം ക്ലാസ് വരെ പഠിച്ചവര്, 7ാം ക്ലാസ് വരെ പഠിച്ചവര്, 10ാം ക്ലാസ് വരെ പഠിച്ചവര്, +2 വരെ എന്റെ പ്രിയമുള്ളവരെ പഠിച്ചവര്, നിങ്ങൾക്ക് ഞാനൊരു ഒരു വാക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. ഏതെന്നറിയോ നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും എന്റെ പ്രിയമുള്ളവരെ അറിയൂല. ആ സമയത്ത് നിങ്ങൾ പറയേണ്ട വാക്കെന്തോ, ആ സമയത്ത് നിങ്ങൾ പറയേണ്ട വാക്കെന്തോ, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക വദാ ഇല്ലാ അയ്യശാ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, മരണം പ്രതീക്ഷിക്കുന്നവരാ, ഒരുപാട് രോഗങ്ങൾ പ്രതീക്ഷിക്കുന്നവരാ, ഒരുപാട് അസുഖങ്ങൾ പ്രതീക്ഷിക്കുന്നവരാ. കഴിഞ്ഞ ദിവസം എന്റെ പ്രിയമുള്ളവരെ കരുനാഗപ്പള്ളിയില്, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് 26 വയസ്സുള്ള ചെറുപ്പക്കാരനാ, 26 വയസ്സുള്ള ചെറുപ്പക്കാരനാ, സക്കീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാ. 1 കൊല്ലം മാത്രമേ കല്യാണം കഴിഞ്ഞിട്ട് ആയിട്ടുള്ളൂ. ഭാര്യ എന്റെ പ്രിയമുള്ളവര് 6 മാസം ഗർഭിണിയാ. ആ പ്രിയമുള്ള സഹോദരൻ എന്റെ പ്രിയമുള്ളവരെ പനി വന്നതാ, ഒരാഴ്ചയതാ ആശുപത്രിയിൽ കിടക്കുകയാണ്. ഇന്നാലില്ലാഹ്, ആ സഹോദരൻ വിട പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ഏത് സമയത്തും മരിക്കുമെന്നറിയില്ല, ഏത് സമയത്ത് രോഗം വരുമെന്നറിയില്ല, ഏത് സമയത്ത് അസുഖങ്ങൾ വരുമെന്നറിയില്ല. അതുകൊണ്ട് നിങ്ങളോട് ഞാനൊരു വാക്കതാ പറയുകയാണ്. ഈ പറയുന്ന വാക്കുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊള്ളുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, നാളെ സംഭവിക്കുന്നത് എന്തെന്നറിയാത്ത മനുഷ്യന്മാരെ, നിങ്ങൾ പറയേണ്ട വാക്കെന്തോ, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. നാളെ എന്താണ് സംഭവിക്കണതെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയില്ല, അല്ലേ? ചില ആളുകളടുത്തൊക്കെ നമ്മൾ ചെന്നിട്ട് ചോദിക്കും, എടാ നാളെ നമുക്കൊന്ന് എറണാകുളം വരെ പോയാലോ, അതിനെന്താ പോകാന്ന് നമ്മൾ പറയും. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ പറയാൻ പാടില്ല. അവിടെ നീ പറയേണ്ട വാക്കെന്താ? ഇൻഷാ അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. നാളെ എന്താണെന്നറിയില്ല. നാളെ ചിലപ്പോ ഈ മനോഹരമാകുന്ന സദസ്സിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ നാളെ ചിലപ്പോ കാസർഗോഡിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു ഖബർസ്ഥാനിൽ കിടക്കേണ്ടി വരും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നീ എന്ത് പറഞ്ഞാലും പറയേണ്ട വാക്കെന്താ? ഇൻഷാ അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. നമ്മളൊന്ന് ആലോചിച്ച്, ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ചില ആളുകളൊക്കെ പറയും, ഉസ്താദ് ഇൻഷാ അല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ പൈസ മേടിച്ചിട്ട് എന്ത് ചെയ്യും? അട്ട് പോകും. എപ്പോഴാണ് പൈസ തരുന്നത്? ഇൻഷാ അല്ലാഹ് തരാം. അത് 1 വർഷമാകും, 2 വർഷമാകും, 5 വർഷമാകും, 10 വർഷമാകും, ചിലപ്പോൾ 50 വർഷമാകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇൻഷാ അല്ലാഹ് പറയുമ്പോ അതിന്റെ അർത്ഥം പറഞ്ഞു പറയണം. ഇൻഷാ അല്ലാഹ് പറയുമ്പോ അതിന്റെ അർത്ഥം എന്റെ പ്രിയപ്പെട്ടവർ അറിഞ്ഞിട്ട് പറയണം. ഇൻഷാ അല്ലാഹ് പറഞ്ഞാലുള്ള പ്രതിഫലം എന്താ? ഇൻഷാ അല്ലാഹ് നിന്റെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പ്രാവർത്തികമാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ജീവിതത്തിൽ തരുന്ന പ്രതിഫലം എന്താ?
എന്താ പ്രതിഫലം? എന്താ? ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ ഇൻഷാ അല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ച തമ്പുരാന് തരുന്നതെന്താ? നിന്റെ ജീവിതം എന്റെ പ്രിയമുള്ളവരെ ബറക്കത്തിലൂടെ കടന്നു പോകുന്നതാണ്. ബറക്കത്തില്ലെന്ന് പറയുന്നവര്, പ്രയാസങ്ങളാണെന്ന് പറയുന്നവര്, സങ്കടങ്ങളാണെന്ന് പറയുന്നവര്, നൊമ്പരങ്ങളാണെന്ന് പറയുന്നവര്, ഈ സദസ്സ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും പറയേണ്ട വാക്കെന്താ? ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് നൽകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ ഇന്ന് വരെ ഒരു കൂട്ടുകാരൻ വന്ന് ചോദിച്ചപ്പോ ആത്മാർത്ഥമായി കൽ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? പറയിട്ടുണ്ടാവില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് പറയുക, ഈ സദസ്സിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ ആരെന്ത് ചോദിച്ചാലും എടാ നാളെ ഇവിടം വരെ വരാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് ഞാൻ നോക്കട്ടെ, കൽ പറഞ്ഞിട്ട് പറയണം അല്ലേ? അല്ലാതെ ഒരു ഉറപ്പില്ല. ഞാൻ പറഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ട 26 വയസ്സുള്ള സക്കീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാ, കരുനാഗപ്പള്ളി, ഒന്നുമില്ല, ഒരാഴ്ച ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്തു, ന്യൂമോണിയ കൂടി, കഫം എന്റെ പ്രിയപ്പെട്ടവർ അവന്റെ ലങ്സിൽ നിറഞ്ഞിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ നിനക്ക് അല്ലാഹു ബറക്കത്ത് നൽകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ലെങ്കിലോ? ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ലെങ്കിലോ അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മുടെ കൊച്ചാപ്പട പേരല്ല സുലൈമാൻ, ആരാ? സുലൈമാൻ നബി അലൈഹി സ്വലാം. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ പറയുകയാണ്, ഞാൻ എന്റെ 70 ഭാര്യമാരുമായിട്ട് ഇന്ന് രാത്രിയിൽ ബന്ധപ്പെടും. എന്താ പറയണത്? 70 ഭാര്യമാരുമായിട്ട് ഞാൻ ഇന്നത്തെ രാത്രിയിൽ ബന്ധപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാ. നിങ്ങൾ ചോദിക്കും, ഉസ്താദേ 70 ഭാര്യമാരോ? അതിനൊക്കെ ആരോഗ്യം ഉണ്ടാവും? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 60 വയസ്സ് വരെ ജീവിക്കാൻ കഴിയുന്ന ഞാനും നിങ്ങളും ഒക്കെ 4 കെട്ടാൻ ആഗ്രഹിക്കണമെങ്കിൽ അന്നത്തെ കാലത്ത് സുലൈമാൻ നബിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 70 അല്ലേ, എത്രയും കെട്ടിക്കൂടെ? അല്ലെ? സുലൈമാൻ നബി എന്ന് പറയണ വലിയ പവറുള്ള മനുഷ്യനല്ലേ? വലിയൊരു സാമ്രാജ്യത്തിന്റെ വലിയൊരു ഭരണാധികാരിയല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുലൈമാൻ നബി പറയുക, എന്റെ 70 ഭാര്യമാരുമായിട്ട് ഞാൻ ഇന്നത്തെ രാത്രിയിൽ ബന്ധപ്പെടും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഇന്നത്തെ രാത്രിയിൽ എന്റെ ഭാര്യമാരാകുന്ന 70 പേരുമായിട്ട് ഞാനത് ബന്ധപ്പെടുന്നത്. എന്നിട്ടുണ്ടല്ലോ ആ 70 ഭാര്യമാരിൽ നിന്ന് കിട്ടുന്ന ഓരോ മക്കളെയുണ്ടല്ലോ ഞാനത് പടച്ചവന്റെ മാർഗത്തിൽ പറഞ്ഞു വിടുന്നത് എന്നതാ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി പറയുകയാണ്. 70 ഭാര്യമാരുമായിട്ട് എന്റെ പ്രിയമുള്ളവരെ സുലൈമാൻ നബി ബന്ധപ്പെടുകയാണ്. എന്നിട്ടതാ പടച്ച തമ്പുരാൻ 70 മക്കളെ കൊടുക്കുന്നില്ല, 69 മക്കളെ പടച്ച തമ്പുരാൻ എന്റെ പ്രിയമുള്ളവരെ വെട്ടുകയാണ്. പടച്ച തമ്പുരാന് കൊടുക്കുന്നതാരെയാ? ഒരാളെയാ, ഒരു കുട്ടിയെയാ. 70 മക്കളെ ആഗ്രഹിച്ച സുലൈമാൻ നബി ഉണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ വേവലാതിപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പടച്ചവനെ 70 മക്കളെയാണല്ലോ റബ്ബേന നിന്നോട് ചോദിച്ചത്, എന്നിട്ടെന്താണ് 69 മക്കളെ റബ്ബേ നീ തരാനതെന്ന് എന്റെ പ്രിയമുള്ളവര് സുലൈമാൻ നബി ചോദിക്കുകയാണ്. ആ സമയത്ത് പടച്ചവനതാ പറയുകയാണ്, സുലൈമാൻ നബിയേ നിങ്ങൾ ഇൻഷാ നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടില്ല എന്ന് അല്ലാഹു പടച്ച തമ്പുരാൻ എന്റെ പ്രിയപ്പെട്ടവരെ സുലൈമാൻ നബിക്ക് പറഞ്ഞു കൊടുത്തു. നോക്കി നിങ്ങൾ, 70 ഭാര്യമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന 70 മക്കളെയും ഞാൻ എന്ത് ചെയ്യും? പടച്ചോന്റെ മാർഗത്തിൽ വിടുമെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ആകെ 1 മക്കളെയാണ് പടച്ചോൻ കൊടുത്തത്. ബാക്കി 69 അല്ലാഹു വെട്ടിക്കളഞ്ഞു. എന്തേ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ പ്രിയപ്പെട്ടവരെ ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നാളെ തൊട്ട് ഇൻഷാ അല്ലാഹ് പറയോ എന്നൊരു ഇൻഷാ അല്ലാഹ് ഒരു ഒച്ചയെ പറഞ്ഞേ.
ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാ, സ്വർഗം വേണ്ടേ? സ്വർഗം വേണ്ടേ? വേണ്ടേ? സ്വർഗം വേണ്ടവരൊന്ന് കൈവക്കിയെ നോക്കട്ടെ. ഇൻഷാ അല്ലാഹ്. എന്നാ താത്തിക്കോളൂ. ഇൻഷാ അല്ലാഹ്. ഉറപ്പുണ്ടോ പോകുന്നു? ഉറപ്പുണ്ടോ? ഉണ്ടോ? നമ്മുടെ കയ്യിലിരിപ്പുണ്ട് പോകുന്നു തോന്നുന്നുണ്ടോ? എത്ര വഅദ് ഞാൻ പറഞ്ഞാലും എനിക്കുറപ്പില്ല സ്വർഗം അത് തരുമെന്ന്. നിങ്ങൾക്കൊക്കെ ഉറപ്പുണ്ടോ? നിങ്ങൾ എത്ര നമസ്കരിച്ചിട്ടുണ്ടെങ്കിലും, നോമ്പ് നോറ്റിയിട്ടുണ്ടെങ്കിലും, സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും, ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും, ഉംറ ചെയ്തിട്ടുണ്ടെങ്കിലും, പാവങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിലും സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കണത് എന്തിനാ? എന്റെ ചങ്ങാതിമാരെ, അല്ലാഹുവേ പടച്ചവനെ, മഹനീയമാകുന്ന സദസ്സിലേക്ക് ഞാനും നിങ്ങളുമെല്ലാം കടന്നു വന്നതെന്തിനാ? ഇൻഷാ അല്ലാഹയുടെ പ്രതിഫലം എന്റെ പ്രിയമുള്ളവരെ പഠിച്ചതെന്തിനാ? സുലൈമാൻ നബിയുടെ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പഠിച്ചതെന്തിനാ? അല്ലാഹുവേ തുടക്കത്തിലാണ് പറഞ്ഞു തന്ന 5 അറിവുകൾ പറഞ്ഞു തന്നതെന്തിനാ? അല്ലാഹുവേ സ്വർഗം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ സ്വർഗത്തിന്റെ മഹത്വത്തെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആശിഖ് ദാരിമി എന്റെ പ്രിയമുള്ളവരെ വഅദ് പറയുന്നത്, ഇവിടെ നിങ്ങൾ വഅദ് കേൾക്കാൻ കടന്നു വരുന്നത്, ഈ മഹാന്റെ ചാരത്ത് വന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുന്നത്, പടച്ചവന്റെ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നത്, റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ഉംറ ചെയ്യുന്നത്, ഹജ്ജ് ചെയ്യുന്നത്, നന്മകൾ ചെയ്യുന്നത്, ഖുർആനുകൾ ഓതുന്നത് എന്തിനെന്നറിയോ? അല്ലാഹുവേ സ്വർഗം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവര് അബൂ മുസല്ലി അശ്അരി തങ്ങളുമായിട്ട് ഒരു തോട്ടത്തിൽ എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാണ്. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങള് ഒരു തോട്ടത്തിൽ എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാണ്. ആ സ്വർഗത്തിന്റെ ആ തോട്ടത്തിന്റെ വാതിക്കൽ എന്റെ പ്രിയമുള്ളവര് കാവൽക്കാരനായിട്ട് ബഹുമാനപ്പെട്ട അബൂ മുസല്ലി അശ്അരി തങ്ങള് ഇരിക്കുകയാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവര് ആ തോട്ടത്തിന്റെ ഉള്ളറയിലേക്ക് കടന്നു ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുമ്പോ ഒരാൾ വന്നുകൊണ്ട് തോട്ടത്തിന്റെ വാതിക്കൽ വന്നുകൊണ്ട് മുട്ടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഇഫ്തഹൂ വബശിറുഹു ഫിൽ ജന്ന. അബൂ മുസല്ലി അശ്അരി തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അബൂ മുസല്ലി അശ്അരി തങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ആ വാതിലുണ്ടല്ലോ തുറക്കുക, ഇഫ്തഹൂ, ആ വാതിലൊന്ന് തുറന്നു കൊടുക്കുക, വബശിറുഹു ഫിൽ ജന്ന. എന്നിട്ടാ കടന്നു വരുന്ന അതിഥിയോട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക, സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞുകൊള്ളുക. ബഹുമാനപ്പെട്ട അബൂ മുസല്ലി അശ്അരി തങ്ങൾ എന്റെ പ്രിയമുള്ളവര് ആ തോട്ടത്തിന്റെ വാതിലിങ്ങനെ തുറന്നു നോക്കുമ്പോ ആരെന്നറിയോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വരികയാണ്. അബൂബക്കർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. രണ്ടാമതെന്റെ പ്രിയമുള്ളവര് ആരോ വന്നുകൊണ്ട് വാതിലിൽ ഇങ്ങനെ കൊട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇഫ്തഹൂ വബശിറുഹു ഫിൽ ജന്ന. വാതിലൊന്ന് തുറന്നു കൊടുത്തിട്ട് രണ്ടാമത് കടന്നു വരുന്ന ആൾക്കുണ്ടല്ലോ സ്വർഗത്തിന്റെ മഹത്വത്തെ പറ്റി പറഞ്ഞു കൊടുത്തിട്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. അതാരെന്നറിയോ? ബഹുമാനപ്പെട്ട അബൂ മുസല്ലി അശ്അരി തങ്ങള് ആ വാതിലൊന്ന് തുറക്കുമ്പോ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമത് ഒരാൾ വന്നുകൊണ്ട് വാതിക്കൽ വന്നുകൊണ്ട് തൊട്ടുകയാണ്. ഒരാൾ വന്നുകൊണ്ട് വാതിക്കൽ വന്നുകൊണ്ട് കൊട്ടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇഫ്തഹൂ
വബശ്ശിർഹു ഫിൽ ജന്ന. ആ വാതിലൊന്ന് തുറന്നു കൊടുക്കുക, എന്നിട്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൂന്നാമത് കടന്നു വരുന്ന ആൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കണേ. ഒരാൾക്ക് നിങ്ങൾ കാര്യം പറഞ്ഞു കൊടുക്കണേ. എന്തെന്നറിയോ? സ്വർഗമെന്ന് പറയുന്ന പ്രതിഫലം ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുന്നതാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ബഹുമാനപ്പെട്ട അബൂ മുസല്ലി അശ്അരി തങ്ങള് ആ വാതിലിങ്ങനെ തുറക്കുകയാ. അതാരെന്നറിയോ? ആരെന്നറിയോ? സുബ്ഹാനല്ലാഹ്, സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. നാലാമത് അലിയാർ തങ്ങൾ കടന്നു വരികയാണ്. 4 പേര് കടന്നു വന്നപ്പോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചപ്പോ ഉസ്മാൻ തങ്ങളോട്, എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി പറയുകയാണ്, ഉസ്മാനേ, സ്വർഗം നിനക്ക് ലഭിക്കുന്നതാണ്, സ്വർഗം നിനക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ആ സ്വർഗം ലഭിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുന്നതാണ്, ഒരുപാട് നൊമ്പരങ്ങൾ സഹിക്കേണ്ടി വരുന്നതാണ്, ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരുന്നതാണ്. സ്വർഗം വേണോ? സ്വർഗം വേണോ ചെറുപ്പക്കാരോ? സ്വർഗം വേണോ പെങ്ങളെ? സ്വർഗം വേണോ പ്രിയമുള്ള മക്കളെ? കളത്തൂര് ജാറത്തിന്റെ ഉറൂസിന് വന്ന് കടന്നിരിക്കുന്നവര് സ്വർഗം ലഭിക്കുമെന്ന് കരുതണ്ട, സ്വർഗം ലഭിക്കുമെന്ന് കരുതണ്ട. ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിന് 5 ഗുണങ്ങളുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് പഠിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോകാൻ പോവുകയാണ്. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന സാധുക്കൾക്ക് അല്ലാഹ് സ്വർഗമെന്ന് പറയുന്ന മഹനീയമാകുന്ന പ്രതിഫലം റഹ്മാന് തരണേ അല്ലാഹ്, തരണേ അല്ലാഹ്. അബൂബക്കർ തങ്ങൾ കടന്നു വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ, നീ സ്വർഗത്തിലാ. ഉമർ തങ്ങൾ കടന്നു വന്നു, ഉമറെ, നീയും സ്വർഗത്തിലാ. അലിയാർ തങ്ങൾ കടന്നു വന്നു, അപ്പോഴും പറഞ്ഞു, അലിയെ, നീയും സ്വർഗത്തിലാ. ഉസ്മാൻ തങ്ങൾ കടന്നു വന്നപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഉസ്മാനെ, നീ സ്വർഗത്തിലാ, പക്ഷേ കുറച്ച് കടമ്പകൾ, കുറച്ച് പ്രയാസങ്ങൾ നീ സ്വർഗത്തിൽ കടക്കണതിന് മുമ്പ് ചെയ്യേണ്ടി വരുമെന്ന് ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ഹബീബാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് ആലോചിച്ചേ, ഉസ്മാൻ തങ്ങൾ ആരാ? ഉസ്മാൻ തങ്ങളോട് പറയാൻ നബി തങ്ങൾ ഒരുപാട് കടമ്പകൾ സ്വർഗത്തിലേക്ക് കടക്കാനുണ്ടെന്ന് അല്ലെ? നമ്മളിപ്പോ ഈ കളത്തൂരി ജാറത്തിലേക്ക് എന്തെങ്കിലും ഒരു സ്വതക്ക കൊണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത, ഓ, അത് കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് അങ്ങ് പോകുന്ന. ചില ആളുകളുടെ വിചാരം പള്ളിയിൽ വന്ന് ഇങ്ങനെ ഇട്ടിങ്ങനെ ഒരക്കുക, ഇങ്ങനെ ഒരച്ചൊരച്ച് നിസ്കാരത്തിലമ്പൊക്കെ ഉണ്ടാക്കി ഓരോ വിചാരം ഒരു സ്വർഗത്തിൽ കിടക്കുന്ന. എന്റെ പ്രിയപ്പെട്ടവരെ, സംശയ നമ്മൾ റമളാനിലും മറ്റുള്ള സുന്നത്ത് നോമ്പുകളൊക്കെ നമ്മൾ കൃത്യമായി നോക്കുന്നവരാ. നമ്മളൊക്കെ ഇങ്ങനെ നടക്കണത് പടച്ചോനെ സ്വർഗം കിട്ടുമെന്ന, എത്ര വാഴ്ന്നു പറഞ്ഞാലും സ്വർഗം കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും വേണ്ട. ഒരുപാട് കടമ്പകളുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ജീവിതത്തിലെ 4-5 ഗുണങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ആ വഴികൾ പറഞ്ഞു തന്നിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ നിന്ന് വിട പറയാൻ പോവുകയാണ്. അല്ലാഹു പടച്ച തമ്പുരാൻ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവർത്തിക്കുവാനും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ ഗുണം എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒന്നാമത്തെ ഗുണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പെണ്ണുങ്ങൾക്ക് ഇല്ലാത്തൊരു സാധന, ഇന്ന് നമ്മക്ക് ആർക്കും ഇല്ലാത്തൊരു സാധന, ഉസ്മാൻ തങ്ങൾക്ക് ഈ ഒരു സാധനം കൂടുതലാ. എന്താ? ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പ്രിയമുള്ളവരെ സ്വർഗം കൊണ്ടറിയിച്ച വ്യക്തിയാണല്ലോ ഉസ്മാൻ തങ്ങൾ. എന്നാൽ ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ പഠിക്കണ്ട ഒന്നാമത്തെ ഗുണപാഠം എന്താ? മഹാമാരാകുന്ന പണ്ഡിതന്മാരെന്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തില് ഒന്നാമത്തെ മഹനീയമാകുന്ന സ്വഭാവം എന്താ? ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നതെന്താ? ലജ്ജയാണ് ചെറുപ്പക്കാരാ, ലജ്ജയാണ് ചെറുപ്പക്കാരാ. ഉസ്മാൻ തങ്ങൾക്ക് ലജ്ജയാണ്, ഉസ്മാൻ തങ്ങൾക്ക് ലജ്ജ കൂടുതലാണ്. ഈ മഹനീയമാകുന്ന കളത്തൂര് ജാറത്തിന്റെ പരിപാടിക്ക് വന്ന് കടന്നി
കടന്നിരിക്കുന്ന കളത്തൂർ ഉറൂസ് വരുമ്പോ ഇവിടെ വന്നിരിക്കുന്ന പ്രിയമുള്ള ഉമ്മമാര്, നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ ചോദിക്കുകയാണ്, ഇന്ന് ലജ്ജ നമുക്ക് പെങ്ങൾക്കില്ലാത്ത കാലഘട്ടമാ, ഇന്ന് ചെറുപ്പക്കാർക്ക് ലജ്ജയില്ലാത്ത കാലഘട്ടമാ. ഉപ്പമാരുടെ മുമ്പിൽ എന്റെ പ്രിയമുള്ളവരെ നാണമില്ലാതെ നമ്മുടെ പ്രിയമുള്ള മക്കള് തുണിയില്ലാതെ പോലും നടക്കുന്ന കാലഘട്ടമാ. ബദിയെടുക്ക എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങൾ കണ്ടില്ലേ ചെറുപ്പക്കാരോ, കണ്ടില്ലേ ചെറുപ്പക്കാരാ, ഒരു ഉമ്മയാണ് ഉമ്മയുടെ കാമുകൻ. എന്റെ പ്രിയമുള്ളവര്, ആ ഉമ്മയുണ്ടല്ലോ സ്വന്തം പ്രിയപ്പെട്ട പൊന്നുമോളെ കാഴ്ചവെച്ചെന്ന് അള്ളാഹുവെ നമ്മുടെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോ എവിടെ പോയി ചെറുപ്പക്കാരാ ലജ്ജയെന്ന് പറയുന്നത്? എവിടെ പോയി പെങ്ങളെ ലജ്ജയെന്ന് പറയുന്നത്? അതുകൊണ്ട് ലജ്ജയില്ലാത്തവനുണ്ടല്ലോ സ്വർഗത്തിലേക്ക് കടക്കൂല. ലജ്ജയില്ലാത്തവനുണ്ടല്ലോ സ്വർഗത്തിലേക്ക് കടക്കൂല. ലജ്ജ അത് എനിക്കും നിങ്ങൾക്കും വേണം. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം ലജ്ജയാണ്. ഉസ്മാൻ തങ്ങൾക്ക് ലജ്ജയോട് ലജ്ജയാണ്. ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത വിനയമാണ് ലജ്ജ കാരണമായിട്ട്, അല്ലേ? ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും ലജ്ജ ഉണ്ടോ? ഇപ്പൊ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ഞാൻ നിങ്ങളൊക്കെ എന്ത് ചെയ്യും? ശരി, മുണ്ടെടുത്തിട്ടല്ലേ, ഇവിടെ എന്താ പറയുക, തോർത്തു മുണ്ട്, അത് എടുത്തിട്ടാണ് നമ്മൾ കിടക്കാറുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് പുറത്തൊക്കെ വലിയ നിസ്കാരത്തഴമും തൊപ്പിയും നമ്മൾ നല്ല ജുബ്ബൊക്കെ ഇട്ട് നടക്കണവരായിരിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ എങ്ങനെയാ നമ്മൾ നടക്കണേ? നമ്മുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ എങ്ങനെ നടക്കണേ? ചില സ്ഥലത്തൊക്കെ വഅദിന് ചെല്ലുമ്പോ, ഭക്ഷണം കഴിക്കാൻ ചില വീട്ടിൽ കയറി ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് ചില മക്കൾ വരണത് കാണണം, മുട്ടിന്റെ മേലുള്ള ട്രൗസറൊക്കെ ഇട്ടുണ്ടാ കടന്നു വരണേ. എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടിൽ വലിയ ഈമാനുള്ളവനാ, പക്ഷേ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ട്രൗസറും ബനിയനിട്ട് നടക്കുന്നവനാണെങ്കിൽ എന്താ അവസ്ഥ? അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദെ എന്റെ വീടല്ലേ ഉസ്താദെ, ഞങ്ങളുടെ ചുമരിന്റെ ഉള്ളിന്റെ ഉള്ളറയിലല്ലേ ഉസ്താദ് എന്ന് നിങ്ങൾ ചോദിക്കും. എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, എടാ നിന്റെ പ്രിയപ്പെട്ട പെങ്ങളാ വീട്ടിലില്ലേ? നിന്റെ പ്രിയപ്പെട്ട പെങ്ങൾ നിന്റെ വീട്ടിലില്ലേ? നിന്റെ ഔറത്താ പെങ്ങളല്ലേ കാണണത്? അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള ഒന്നാമത്തെ ഏറ്റവും വലിയ ഗുണം ലജ്ജയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്കുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കിയേ. അല്ലാഹുവേ സുബ്ഹാനല്ലാഹ്, ചില സഹോദരിമാരുടെ വസ്ത്രധാരണ കാണുമ്പോ നമുക്ക് തന്നെ ഒരു നാണം വരുന്ന രീതിയിലാ ചില പെണ്ണുങ്ങളുടെ ഒക്കെ ഡ്രസ്സ്, അല്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കണം 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കൂട്ടം ഭർത്താക്കന്മാര് നരകത്തിലാണ്. ഒന്ന്, ഭാര്യയുടെ കിടപ്പ് രഹസ്യം മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുന്നവൻ ഭർത്താവ് നരകത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? ഇപ്പൊ 23, 24, 25 വയസ്സിലൊക്കെ കല്യാണം കഴിക്കണ ചില ചങ്ങാതിമാരുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ചില ഹമുക്കിങ്ങളാകുന്ന കൂട്ടുകാർ വന്നിട്ട് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നടാ ഇന്നലെ എന്ന് ചോദിക്കും. ഒന്ന് ഇളക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്ന അളിയാന്ന് ചോദിക്കും. ഈ ചങ്ങാതി അപ്പൊ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് ഒന്നും പറയണ്ടളിയോ എന്ന് പറഞ്ഞിട്ട് എന്ത് അങ്ങോട്ടങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. എടാ, തമാശക്കാണെങ്കിലും ഭാര്യയുമായിട്ടുള്ള കിടപ്പ് രഹസ്യം നീ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്താൽ എടാ നീ നരകത്തിലാണ്, നീ നരകത്തിലേക്കുള്ള ഭർത്താവാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടേതെന്നറിയോ? ഭാര്യ ഹറാമ് ചെയ്യുമ്പോ, ഭാര്യ എന്റെ പ്രിയപ്പെട്ടവരെ തിന്മകൾ ചെയ്യുമ്പോ അതിൽ കൂട്ടു നിൽക്കണ ഭർത്താവാരാ, അവൻ നരകത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് കടന്നു വരിക, വീട്ടിൽ ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഭാര്യ TV കാണുക. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയോട് പറയാൻ കഴിയണം, ആ TV നിർത്താൻ പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. ചില ആളുകൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പേടിച്ചിട്ടാ, പടച്ചവനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ചില ആളുകൾ പേടിച്ചിട്ടാ. അല്ലാഹു നൽകട്ടെ. മൂന്നാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എടാ ഭാര്യയുടെ അടിമയായി ജീവിക്കണവര്, എടാ ഭാര്യയുടെ പാവാടയുടെ വള്ളിയിൽ പിടിച്ചു നടക്കണ ചില ഉളുപ്പില്ലാത്ത നാണമില്ലാത്ത ചങ്ങാതിമാരുണ്ട്, അവര് നരകത്തിലേക്കുള്ള ഭർത്താക്കന്മാരാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? ചില ഭാര്യമാരുടെ അടിമയായിട്ട് ഭാര്യമാരെ പേടിയാ. ഭാര്യമാര് പറയാ, ഇക്ക ഇങ്ങ് വാ ഓ എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് ചെന്നിട്ട് ഇങ്ങനെ തലയും കുണിച്ചിരിക്കണ ചില ഭർത്താക്കന്മാരുണ്ട്, അവര് നരകത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, ഭാര്യ ഹറാമ് ചെയ്യുമ്പോ ആ ഹറാമിന് കൂട്ടു നിൽക്കണ ഭർത്താക്കന്മാര് നരകത്തിലാണെന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങന്മാര് ഇന്ന് എങ്ങനത്തെ വസ്ത്രം ധരിക്കണേ? ഇപ്പോ പെരുന്നാളിന്റെ തലേന്ന് വസ്ത്രം എടുക്കാൻ വേണ്ടി കെട്ടിയവനും ഭർത്താവും ഭാര്യയും മക്കളും കൂടി
പോകും. ഭാര്യ കടയിൽ കയറി ചെന്നിട്ട് പറയും, വലിയ അബായ, വലിയ കോട്ട്, അസ്രായിൽ റൂഹ് പിടിക്കാൻ വരണത് പോലെ. ചില ആളുകളുടെ വിചാരം അസ്രായിൽ വരണത് വലിയ വീതിയുള്ള കോട്ടൊക്കെ ഇട്ട് അങ്ങനെ വരണത് നമ്മുടെ വിചാരം. എന്ത് ചെയ്യും? നമ്മൾ കടയിൽ കയറി ചെന്നിട്ട് ഏതെങ്കിലും ഒരു കടയിൽ കയറി ചെന്നിട്ട് പറയും വലിയ ബർദ എടുക്കാൻ പറയും. നമ്മൾ ഓർക്കും നമ്മുടെ ഭാര്യയ്ക്ക് വലിയ തക്കവ ഈമാനൊക്കെ ഉറച്ചു, പടച്ചോനെ അവളുടെ ബർദ കണ്ടില്ലേ, വലിയ വീതിയുള്ളതാ, ടൈറ്റ് ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മേടിക്കും. 25,000 50,000 ഒക്കെ കൊടുത്ത് നമ്മൾ ബർദ മേടിക്കും. ബർദ മേടിച്ചിട്ട് നേരെ ഇറങ്ങണം അങ്ങോട്ടാ. ഈ ബർദക്കടയുടെ തൊട്ടടുത്തൊരു സ്റ്റിച്ചിങ് സെന്റർ ഉണ്ടാവും. ബർദക്കടയുടെ തൊട്ടടുത്തൊരു തയ്യൽ കട ഉണ്ടാവും, നുന്നുന്ന കടയുണ്ടാവും, സ്റ്റിച്ചിങ് സെന്റർ ഉണ്ടാവും. അവിടെ ചെന്നിട്ട് ഈ ബർദയും കൊണ്ട് പൊളിച്ചിട്ട് കൊടുത്തിട്ട് പറയും, എന്റെ ഭാര്യയുടെ ശരീരത്തിന് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന രീതിയിൽ എന്ത് ചെയ്യും? ബർദ അടിച്ചു കൊടുക്കാൻ പറയണ ചില ചങ്ങാതിമാരുടെ ഉളുപ്പില്ലാത്തവര്. എടാ, ഭാര്യക്ക് നാണമില്ല, നിനക്കോ നാണം വേണ്ടേ? ഭാര്യക്ക് നാണമില്ല. ചില പെണ്ണുങ്ങളുണ്ട് ബനിയൻ ക്ലോത്ത് എന്ന് പറയും, ബനിയൻ ക്ലോത്ത് വലിച്ചാൽ ഇങ്ങനെ ശരീരത്തെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും, അങ്ങനത്തെ ബർദ. സുബ്ഹാനല്ലാഹ്. ചില പെണ്ണുങ്ങൾ ബർദ ധരിക്കണത് കണ്ടാൽ നമ്മൾ ആലോചിച്ചു, എന്തിനാ ധരിക്കണേ? അതിനെക്കാട്ടിലും അവള് തുണിയില്ലാതെ നടക്കണേ. ചില പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ കണ്ടു കഴിഞ്ഞാൽ എന്തിനാ ധരിക്കണമെന്ന് പോലും നമ്മൾ തോന്നിപ്പോവും. കാരണം ശരീരത്തിന്റെ വടിവുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ബർദ ധരിക്കാം. ഈ ബർദ എന്തിനാ? ഈ ബർദ എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, ബർദ എന്തിനാ? നമ്മുടെ ഔറത്ത് മറക്കാൻ വേണ്ടിട്ടല്ലേ? ആരും കാണാതിരിക്കാൻ വേണ്ടിട്ടല്ലേ? ഇപ്പൊ ചില പെണ്ണുങ്ങൾക്ക് എന്താ ബർദ ധരിക്കണം? എന്താ ബർദ ധരിക്കണം? അതാകുമ്പോ സുഖാണല്ലോ. കാരണം അകത്ത് നൈറ്റ് ഇട്ടാലും പുറത്തേക്ക് ഒരുങ്ങൊന്നും വേണ്ട, പെട്ടെന്ന് എടുത്തങ്ങോട്ട് ഇട്ടാൽ മതി. ഒരാഴ്ച അലക്കിയില്ലേലും കുഴപ്പമില്ല, അരിക്ക് പറ്റിയാലും അറിയൂല. അതാണ് ഈ ബർദയുടെ പ്രത്യേകത. പല ആൾക്കാരുടെ വിചാരം അതിനാണ് ബർദ എന്നാ. അതിനല്ലല്ലോ. ഇനി നിനക്ക് ഉളുപ്പ് വേണ്ടേ, നാണം വേണ്ടേ, ലജ്ജ വേണ്ടേ? ആ വസ്ത്രം ധരിക്കുമ്പോ നിന്റെ വസ്ത്രധാരണ കൊണ്ട് നിന്റെ അവയവങ്ങൾ പോലും പുറത്തേക്ക് പോകാൻ പാടില്ല. പക്ഷെ ചില ആളുകൾ ധരിക്കുമ്പോ അവരുടെ മാറും, അവരുടെ പൊക്കിളും, അവരുടെ ശരീരത്തിന്റെ പല അവയവങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ പുറത്തേക്ക് കടന്നു പോകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ലജ്ജ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒന്നാമത്തെ മാർഗമാണ്. അത് ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവർ ഏറ്റവും കൂടുതൽ ഉള്ളതാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഒരു ചരിത്രമുണ്ട് കേട്ടോ. ഹബീബിന്റെ ഒരു ചരിത്രമുണ്ട് ലജ്ജയെ സൂചിപ്പിക്കുന്ന. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിയുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയില് പ്രിയമുള്ള ഭാര്യയാകുന്ന ആയിഷ ഉമ്മയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് ഇങ്ങനെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ പ്രിയമുള്ളവര്, പ്രിയമുള്ള ഭാര്യയാകുന്ന ആയിഷ ഉമ്മയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാകുന്ന അബൂബക്കർ തങ്ങള് കടന്നു വരികയാ. അബൂബക്കർ തങ്ങളെന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ റസൂലുള്ളാഹിയുടെ കമീസ് ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് പൊങ്ങി നിൽക്കുകയാ. അബൂബക്കർ തങ്ങള് കടന്നു വന്നിട്ട് റസൂലുള്ളാഹിയുടെ ചാര വന്നിട്ട് സലാമുണ്ടല്ലോ പറയുകയാ. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളെന്റെ പ്രിയമുള്ളവരെ സലാമുണ്ടല്ലോ മടക്കുകയാ. എന്നിട്ടതാ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ തങ്ങൾ കടന്നു പോവുകയാണ്. രണ്ടാമതെന്റെ പ്രിയമുള്ളവര് ഉമർ തങ്ങൾ കടന്നു വരികയാ. ഉമർ തങ്ങൾ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കമീസ് ഉണ്ടല്ലോ പൊങ്ങിയിരിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളതാ സംസാരിക്കുകയാണ്. മൂന്നാമതെന്റെ പ്രിയമുള്ളവര് അലിയാര് തങ്ങൾ കടന്നു വരികയാണ്. കമീസന്റെ പ്രിയമുള്ളവരെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അനങ്ങുന്നില്ല. നാലാമതോ ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഉസ്മാൻ തങ്ങൾ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ പെട്ടെന്ന് എന്റെ പ്രിയമുള്ളവരെ വസ്ത്രങ്ങളതാ ശരിയാക്കുകയാ. കമീസന്റെ പ്രിയമുള്ളവരെ നേരെ ഇടുകയാണ്. എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങൾ കടന്നു വന്നുകൊണ്ട് സലാം പറയുകയാണ്. നബി തങ്ങളുമായി സംസാരിക്കുകയാണ്. നബി തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമുണ്ടല്ലോ അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളോട് സലാം പറഞ്ഞിട്ട് ഉസ്മാൻ തങ്ങൾ കടന്നു പോവുകയാ. ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പോകുമ്പോ പ്രിയമുള്ള ഭാര്യയാകുന്ന ആയിഷ ഉമ്മ എന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉപ്പ കടന്നു വന്നല്ലോ നബിയേ, ഉമർ കടന്നു വന്നല്ലോ നബിയേ,
അയ്യാര് കടന്നു വന്നല്ലോ നബിയേ. ഈ 3 പേര് കടന്നു വന്നപ്പോ നിങ്ങളുടെ കമീസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ മറച്ചില്ലല്ലോ നബിയേ. എന്നാൽ ഉസ്മാൻ തങ്ങൾ കടന്നു വന്നപ്പോ നിങ്ങളുടെ ഔറത്തുണ്ടല്ലോ, നിങ്ങളുടെ കമീസ് ഇങ്ങനെ പൊക്കി നിൽക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടപ്പോ അത് പെട്ടെന്നെന്തേ താഴ്ത്തിയിട്ടത് നബിയേ. ഉടൻ തന്നെ അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഉസ്മാൻ ലജ്ജയാണ് ആയിഷ, ഉസ്മാൻ ലജ്ജയാണ് ആയിഷ എന്നെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ലജ്ജ ഇന്ന് നമ്മുടെ മക്കൾക്കുണ്ടോ? ഇന്ന് നമ്മുടെ മക്കളുണ്ടല്ലോ പർദ്ദ ധരിച്ചുകൊണ്ട്, ഹിജാബ് ധരിച്ചുകൊണ്ട്, തൊപ്പിയിട്ടുകൊണ്ട്, വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഹറാമ് ചെയ്യുന്ന കാലഘട്ടമാണ്, കള്ളു കുടിക്കുന്ന കാലഘട്ടമാണ്, ലോട്ടറി എടുക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ നാട്ടിലെ. എന്നെ പ്രിയമുള്ളവരെ 5 വഖത്ത് നമസ്കരിക്കാൻ വരുന്ന ഹാജിയാരാ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ പോക്കറ്റില് ലോട്ടറി ഇട്ടുകൊണ്ട് നമസ്കരിക്കാൻ വരുന്ന ഹാജിയാരാ. എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ഖുർആനില് ഒരു ആയത്ത് ഞാൻ ഓതുകയാ. ഈ ആയത്തുണ്ടല്ലോ, ലജ്ജയില്ലാത്ത ചെറുപ്പക്കാരാ, ലജ്ജയില്ലാത്ത ചെറുപ്പക്കാരാ, ഈ മനോഹരമാകുന്ന ഉറൂസ് നടക്കുമ്പോ ഈ ഉറൂസിനെതിരെ എന്നെ പ്രിയമുള്ളവരെ പ്രവർത്തിച്ചവരെ ഈ പറയുന്ന ആയത്തുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഏതെന്നറിയോ? ഏതെന്നറിയോ? വത്തഖൂ യൗമൽ തുർജഊൻ. എടാ ചെറുപ്പക്കാരാ, പടച്ചവനിലേക്ക് മടങ്ങേണ്ടി വരുന്നതാടാ. നീ മരിക്കുമെടാ. ലജ്ജയില്ലാത്ത, നാണമില്ലാത്ത, ഉളുപ്പില്ലാത്ത ചങ്ങാതിമാരെ, നീ മരിക്കേണ്ടതാടാ. നീ മരിക്കുന്നതാടാ, റബ്ബിലേക്ക് മടങ്ങുന്നതാടാ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഉസ്മാൻ തങ്ങള് ഒന്നാമത്തെ സ്വഭാവത്തിന്റെ ഗുണമേതാ? ലജ്ജയാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നമുക്കിന്ന് ലജ്ജയില്ല. ചിലപ്പോ നിസ്കാരത്തിൽ നമുക്ക് ഉണ്ടാവും, പക്ഷെ പോക്കറ്റിൽ ലോട്ടറി ഇട്ടിട്ട് ആ ചങ്ങാതി നിസ്കരിക്കാൻ വരണേ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, എടാ 95% മുസ്ലിമീങ്ങൾ ലോട്ടറി എടുക്കണവരാ. 95% മുസ്ലിമീങ്ങൾ ലോട്ടറി എടുക്കുന്നവരാ. ഇനി നാളെ ക്ലിപ്പാക്കുന്ന ആക്കി കുഴപ്പമൊന്നുമില്ല. 95%. കാരണം എന്തേ? കാരണം എന്തേ? 10 ലക്ഷം, 5 ലക്ഷം, 3 ലക്ഷം, 10 കോടി, 50 കോടി, 100 കോടിയൊക്കെ അടിക്കുമ്പോഴേ പത്രത്തിൽ ഫോട്ടോ വരും. 2000 രൂപ അടിച്ചാൽ ലോട്ടറിയുടെ വരുവോ? ഫോട്ടോ വരുവോ? ഇല്ല. 10,000 അടിച്ചാൽ വരുവോ? ഇല്ല. 50,000 അടിച്ചാൽ വരുവോ? ഇല്ല. 1 ലക്ഷം അടിച്ചാൽ വരുവോ? ഇല്ല. 5 ലക്ഷവും 10ഒക്കെ അടിച്ചാലേ വരുത്തുള്ളൂ. ഇപ്പൊ ചില ചങ്ങാതിമാരുണ്ട്, ചില ചങ്ങാതിമാർക്ക് ഈ ലോട്ടറി എടുക്കുന്നതിന് ട്രിക്ക് അറിയാം അല്ലെ? ഈ ചില ലോട്ടറി ഉണ്ട്, ഇങ്ങനെ കട്ടിക്ക് കിട്ടുന്ന ലോട്ടറി ഉണ്ട്. ഒരു സെറ്റിൽ തന്നെ 10-20 സെറ്റ് കിട്ടുന്ന ഒരു ലോട്ടറി ഉണ്ട്. ഈ ലോട്ടറിക്ക് ചെറിയ ട്രിക്ക് ഉണ്ടെന്ന് ഒരു ലോട്ടറി വിൽക്കുന്ന ഒരു ചങ്ങാതി എന്നോട് പറയാ, ഉസ്താദ് ഇതെടുക്കുന്നതിന് ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. ഓൻ എന്നെ പഠിപ്പിച്ചാ. എന്താ പറയുന്നത്? ഉസ്താദ് ഈ ലോട്ടറി എടുക്കുന്നതിന് ട്രിക്ക് ഉണ്ട്. സ്ഥിരമെടുക്കുന്നവരാണെങ്കിൽ ഇതിനൊരു നമ്പർ ഉണ്ട്. ഈ നമ്പർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്കും. ചില ചങ്ങാതിമാരെന്ത് ചെയ്യും? ഒരു കെട്ടിന് പോയിട്ട് ലോട്ടറി എടുക്കും. അപ്പൊ 2000, 3000, 4000, 10000 ഒക്കെ ഡെയിലി ലോട്ടറി അടിക്കുന്ന ചില മുസ്ലിമീങ്ങളുണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. പത്രത്തിൽ വന്നാലേ നമുക്ക് നാണക്കേടുള്ളൂ. പത്രത്തിൽ വന്നാലേ നാണക്കേടുള്ളൂ. പത്രത്തിൽ വന്നില്ലെങ്കിൽ ആരെങ്കിലും അറിയോ? അറിയൂല. അണ്ട് പള്ളിക്ക് സ്വതക്ക. ഓ, കളത്തൂര് ജാറത്തിൽ ഉറൂസിന് എന്റെ വക 25000 റുപ്യ ലോട്ടറി അടിച്ച പൈസ ഇങ്ങനെ എടുത്ത് കൊടുക്കുക. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇപ്പൊ ഞാനിപ്പോ കൊല്ലത്താണ് ഞാൻ ജോലി ചെയ്യണം. അപ്പൊ ഒരു ദിവസം കൊല്ലത്ത് ജുമാക്ക് ചെന്നപ്പോ ഒരാൾ എന്നെ ഇങ്ങനെ വിളിക്കാൻ വന്നു. എന്നെ പള്ളിയിൽ ദ്വാരക്കാൻ വേണ്ടി വിളിക്കാൻ വന്നു. നല്ല കോടികളുടെ വണ്ടിയിലൊക്കെ വിളിക്കാൻ വന്നത്. ഞാൻ വണ്ടിയിൽ ഇങ്ങനെ കയറുമ്പോ ആ ചെങ്ങാതിന്റെ വണ്ടിക്ക് എണ്ണ തീരാനായി. അപ്പൊ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇങ്ങനെ എണ്ണ അടിക്കാൻ വേണ്ടി നിന്നപ്പോ ഈ ചങ്ങാതി എന്ത് ചെയ്തു? പുറത്തേക്കൊന്ന് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ വണ്ടിയുടെ ഡാഷ്ബോർഡ് ഒന്ന് തുറന്നു നോക്കി. വണ്ടിയുടെ മുമ്പിലുള്ള ഡാഷ്ബോർഡ് ഒന്ന് തുറന്നു നോക്കി. സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ 5 വഖത്തിന് നിസ്കരിക്കാൻ പറഞ്ഞ ചങ്ങാതി നിസ്കാരത്തഴം ഇങ്ങനെ നെറ്റിയിലിങ്ങനെ തെളിഞ്ഞു കിടക്കുക. ആ ചങ്ങാതിയുടെ ഡാഷ്ബോർഡിൽ എന്താ കിടക്കണമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവർ, ഓണം ബമ്പറ. ഓണം ബമ്പറ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പോക്കറ്റും തപ്പേ കിട്ടൂലേ? നമ്മുടെ പോക്കറ്റും തപ്പേ കിട്ടൂലേ? ഇപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പഠിക്കണ സമയത്ത് ഒരു താത്ത ബർദ ഇട്ടിട്ട് വന്ന് ലോട്ടറി എടുക്കുമെന്നാണ്. ഇല്ലാതെ
ബർദ ഇട്ടിട്ട് ഒരു കയ്യിൽ ഒരു കുട്ടിയുണ്ട്, ഒരു കയ്യിൽ വേറൊരു കുട്ടിയുണ്ട്. ഈ രണ്ട് കുട്ടിയായിട്ട് ഇങ്ങനെ വന്നിട്ട് ലോട്ടറിക്കാരുടെ അടുത്ത് ഇങ്ങനെ പറയാ, നല്ലൊരു ലോട്ടറി നോക്കി കൊടുക്കാൻ. ബർദ ഇട്ടതാത്ത നമ്മളെ ആലോചിച്ചൊക്കെ ലജ്ജ വേണ്ടേ? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അഥവാ നിസ്കരിച്ചിട്ട് കാര്യമില്ല. നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ചില ആളുകളുണ്ട് പള്ളിയിൽ ഉസ്താദ് ഇനി ഇപ്പൊ എന്തു പറയും നിസ്കരിച്ചില്ലെങ്കിൽ, അല്ലെ? റമദാനിലൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ? റമദാൻ നിങ്ങളുണ്ട്. റമദാൻ ഒന്നാകുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ കടന്നു വരും. ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞാൽ മാർച്ച് 23, 24 ആകുമ്പോൾ റമദാനാ. അന്നോട്ട് നിങ്ങൾ നോക്കിയാൽ മതി, പള്ളിയിൽ അന്ന് വരെ കാണാത്ത ചില ചങ്ങാതിമാര് പള്ളിയിൽ വന്നിട്ട് ഭയങ്കര ഭരണമായിരിക്കും. പള്ളിയിൽ വന്നിട്ട് നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴത്തിന് കുരു ഇല്ലെങ്കിൽ സെക്രട്ടറിക്കും വിളിച്ചിട്ട്, സെക്രട്ടറിയുടെ വാപ്പാക്കും വിളിച്ചിട്ട് എന്ത് ചെയ്യും? പോണതാ. അല്ലാഹീമാൻ അട്ട് പെരുന്നാൾ കഴിയുമ്പോൾ ഉസ്താദിനൊരു കെട്ടിപ്പിടുത്ത, ഉസ്താദേ ഇൻഷാ അല്ലാഹ് അടുത്ത റമദാന് കാണാന്നിട്ടൊരു പോക്കാ ചങ്ങാതി. അല്ലാഹീമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലെ? റമദാനിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഖത്തീബന്മാരാരാ? റമദാനിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഖത്തീബന്മാരാരാ? ഇപ്പോ അൽഹംദുലില്ലാഹ് ഇവിടെ ഒരുപാട് ഉസ്താദുമാർ ഇരിക്കണുണ്ട്. അതിൽ ഹാഫിളീങ്ങളുണ്ട്, ഹാഫിളീങ്ങൾ അല്ലാത്തവരുണ്ട്. റമദാനിൽ ഏറ്റവും കൂടുതൽ ഉസ്താദുമാർക്ക് ഫാൻസ് ഉള്ള ഖത്തീബന്മാരാരെന്നറിയോ? അറിയോ? ഹദീസല്ല, ഖുർആനൊന്നുമല്ല. ഇത് ഞാൻ തന്നെ പറയാ. ഇത് ഞാൻ മാത്രമല്ല, പല ആളുകൾക്ക് അറിയാവുന്ന കാര്യം. ആരാ? നമ്മുടെ പള്ളിയില് അലം തറ തൊട്ട് കുല്ല ഊദു ബി റബ്ബിന്നാസ് ഏത് പള്ളിയിലാ ഓതണത്, ആ പള്ളിയിൽ ഉസ്താദുമാർക്ക് ഭയങ്കര ഫാൻസ് ആയിരിക്കും. അല്ലെ? റമദാനില് ഏത് പള്ളിയിലാണ് ഉസ്താദുമാര് അലം തറ തൊട്ട് കുല്ല ഊദു ബി റബ്ബിന്നാസ് തറാവീഹിൽ ഓതണത്, പെട്ടെന്ന് അടിച്ച് തീർക്കുക. ഒരു 15-20 മിനിറ്റ് കൊണ്ട് തറാവീഹ് തീർത്താൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാകുക. നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മുടെ പള്ളിയില് ഇപ്പൊ ഇവിടെ കൊണ്ടോന്ന് എനിക്കറിയില്ല, ഹത്തുമ് തീർക്കൽ ഇവിടെ ഉണ്ടോ? ഹത്തുമ് തീർക്കല് റമദാനിന് പുറത്തുനിന്ന് ഒരു ഹാഫിദിനെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഖുർആൻ മുഴുവൻ ഹത്തുമ് തീർക്കും. അല്ലോ വേണ്ട, ഇല്ലെങ്കിൽ ഇവർ തുടങ്ങണ്ട. വെറുതെ എന്തിനാ ചെറുപ്പക്കാരൻ നിസ്കരിക്കാതിരിക്കണേ? ഇപ്പോ കൊല്ലം ജില്ലയിലൊക്കെ പോയി, ആലപ്പുഴ വിട്ട് കൊല്ലത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മുഴുവനും അതാ. ചില കമ്മിറ്റിക്കാര് റമദാനിൽ എന്ത് ചെയ്യും? സുബ്ഹാനല്ലാഹ് ഖുർആൻ മുഴുവൻ ഖത്മ് തീർക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ഹാഫിളീങ്ങൾ ഇങ്ങോട്ട് ഇറക്കും. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ വെറുതെ ആളുകളെ വെറുതെ? കാരണം ആ നാട്ടിലെ ചെറുപ്പക്കാരൻ പിന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ വരൂല. പണ്ട് തൊട്ട് തുടങ്ങി വെച്ചതാണെങ്കിൽ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇടക്ക് വെച്ച് വെറുതെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീർക്കാൻ, പെട്ടെന്ന് പോവാ. അതാണ് ചെറുപ്പക്കാര്. പെട്ടെന്ന് കഴിയാ, പെട്ടെന്ന് പോവാ. അതാണ് ചെറുപ്പക്കാര്. ചെറുപ്പക്കാരെന്തെയും പള്ളിയിൽ പിന്നെ വരൂല, പാടില്ല. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ നിസ്കരിക്കണം അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ. അല്ലാതെ പിന്നെ വലിയ സൂറത്ത് ഓതാൻ വേണ്ടി പുറത്ത് ബറക്കത്താണ് ഇല്ലെന്നല്ല, പ്രതിഫലമുണ്ട് ഇല്ലെന്നല്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളത് മാറ്റിവെക്കണത് തന്നെ നല്ലത്. ചില പള്ളിയിലൊക്കെ ഇങ്ങനെ ഹത്തും ഓതാൻ നിൽക്കുമ്പോ ആരാ പുറയിൽ നിൽക്കണത്? ഇപ്പം മരിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തു നിൽക്കണ കുറെ ഉപ്പമാരുണ്ടാവും, അവരായിരിക്കും നിൽക്കണത് പുറയിൽ. ഒരു ചെറുപ്പക്കാരനും ഉണ്ടാവൂല, ആവതുള്ള ഒരു ചങ്ങാതി ഉണ്ടാവൂല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള ഉസ്മാൻ തങ്ങളുടെ ഒറ്റ കാരണം, ഒന്നാമത്തെ കാരണം ലജ്ജയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞത്. വത്തഖൂ യൗമൻ തുർജഊൻ, ഏത് സമയത്തും റബ്ബിലേക്ക് നീ മടങ്ങി ചെല്ലും. നീ എത്ര ടൈറ്റുള്ള ബർദ് ധരിച്ചാലും, നീ അല്ലെ ചില ചങ്ങാതിമാരുണ്ട് സുബ്ഹാനല്ലാഹ്, തൊളയുള്ള പാന്റ്. അങ്ങനെ തൊളയുള്ള പാന്റ്, വാപ്പാക്ക് വീട്ടിൽ ദാരിദ്ര്യ, വാപ്പാക്ക് വീട്ടിൽ പൈസ ഇല്ല, അതുകൊണ്ട് തൊളയുള്ള പാന്റാ ചില ചങ്ങാതിമാര് മേടിച്ചിടണത്. പിന്നെ ചില ആൾക്കാർക്ക് പൈസ കൂടിയതാ പ്രശ്നം. തലയിലൊക്കെ ഇങ്ങനെ പെയിന്റ്, ഇവിടെ മഞ്ഞ, ഇവിടെ ചുവപ്പ്, ഇവിടെ നീല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. ഇപ്പൊ ഫുട്ബോൾ കളിയല്ലേ സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടു കുറെ ഫ്ലക്സും കുറെ കട്ടൗട്ടൊക്കെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നിന്ന് കാസർഗോഡ് ഇങ്ങോട്ട് വരുമ്പോ മേൽപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ എത്തിയപ്പോ സുബ്ഹാനല്ലാഹ് അവിടെ ഒരു 50,000 രൂപയുടെ റൊണാൾഡോയുടെ കട്ടൗട്ട് ഇങ്ങനെ വെച്ചിരിക്കുക ചങ്ങാതിമാര്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലെ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കളത്തൂര് ജാറത്തിന്റെ പ്രിയപ്പെട്ട പരിപാലകര്, ഇവരിതിന്റെ പിരിവും മറ്റൊക്കെ ആയിട്ട് ഇവരൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കട്ടെ. 25-23 വയസ്സുള്ള ഒരു ചങ്ങാതി എടുത്ത് എന്നിട്ട് ചോദിക്കുക, കുറച്ച് പൈസ തരണം, എന്തെങ്കിലുമൊക്കെ തരണം, നമ്മുടെ ഉറൂസിന് വേണ്ടി. അല്ലെ, ഇവിടെ ഒരു ബിൽഡിംഗ് കിട്ടുന്നു പറഞ്ഞു, 10-55 ലക്ഷം രൂപ വേണം, എന്തെങ്കിലും തരാൻ കഴിയോ? അപ്പൊ എല്ലാരും പറയണ എന്താ? പണിയില്ല, ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾ കഷ്ടപ്പെടുന്നവരല്ലേ, ഞങ്ങളുടെ പൈസ ഒന്നും ഇല്ലല്ലോ, ഞങ്ങൾ പഠിക്കണവരല്ലേ എന്ന് പറയും. പക്ഷെ നമ്മുടെ നാട്ടിൽ മെസ്സിയുടെ കട്ടൗട്ട് വെക്കാനായിട്ട് ആ ചങ്ങാതിയാണ് വീട്ടിൽ ഉമ്മാടെ താലിമാല കൊണ്ട് വിറ്റിട്ട് 5,000-10,000 കൊടുത്തിരിക്കണത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ വെറുതെ പറയണതാ. പള്ളി കൊടുക്കാൻ ചങ്ങാതിയുടെ പൈസ ഇല്ല, ഫ്ലക്സ് അടിക്കാൻ പൈസ ഉണ്ട്, കട്ടൗട്ട് വെക്കാനും പൈസ ഉണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒന്ന് ലജ്ജയാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് അതിരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഉസ്മാൻ തങ്ങൾ സ്വർഗ്ഗമെന്ന് പറയുന്ന പ്രതിഫലത്തിലേക്ക് കടക്കാനുള്ള രണ്ടാമത്തെ കാരണം എന്താ?
രണ്ടാമത്തെ കാരണം എന്താ? ഉസ്മാൻ തങ്ങൾ പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാ. ഉസ്മാൻ തങ്ങൾ പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാ. ആരാണ് ഉസ്മാൻ തങ്ങൾ എന്നറിയോ? ഒരു ദിവസം എന്റെ പ്രിയമുള്ളവരെ ഉസ്മാൻ തങ്ങൾ നടക്കുകയാ. ഉസ്മാൻ തങ്ങൾ ഖബറിന്റെ ചാരികന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ ഉസ്മാൻ തങ്ങൾ കരയുകയാ. എല്ലാവരും വന്നുകൊണ്ട് ഉസ്മാൻ തങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഉസ്മാനെ നൊമ്പരപ്പെടുന്നത്? എന്തിനാണ് ഉസ്മാനെ കരയുന്നത്? എന്തിനാണ് ഉസ്മാനെ വിഷമിക്കുന്നത്? എന്തിനാണ് ഉസ്മാനെ? ഉസ്മാൻ തങ്ങൾ ഏങ്ങലടിച്ചുകൊണ്ട് കരയുകയാ. ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കരയുമ്പോ അവിടെ കൂടെ നിന്ന ആളുകൾ അതാ ചോദിക്കുകയാണ്, എന്തിനാണ് ഉസ്മാനെ നീ കരയുന്നത്? എന്തിനാ? സ്വർഗം നിനക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ. ഉടൻ തന്നെ ഉസ്മാൻ തങ്ങൾ പറയുകയാ, സഹാബാ, എവിടെ ചെന്നാലും എന്റെ കൂടെ നിങ്ങളെല്ലാവരും വരുമല്ലോ. പള്ളിയിൽ പോയാൽ നിങ്ങൾ എന്റെ കൂടെ വരുമല്ലോ. വീട്ടിലേക്ക് പോയാൽ എന്റെ കൂടെ വരുമല്ലോ. വാഹനത്തിൽ സഞ്ചരിക്കുമ്പോ എന്റെ കൂടെ വരുമല്ലോ. എന്നാൽ ആ ഖബറിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് പോയി കിടക്കുമ്പോ ആരും എന്റെ കൂടെ വരൂല. എന്റെ കൂട്ടുകാര് വരൂല. എന്റെ കുടുംബാദികൾ വരൂല. ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാണ്, എടാ ചെറുപ്പക്കാരാ, ഒരു തുണ്ട് ഭൂമിയില്ലാത്തവര്, ഒരു തുണ്ട് ഭൂമിയില്ലാത്തവര്, ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമില്ലാത്തവര് സങ്കടപ്പെടണ്ട. നിങ്ങളുടെ യഥാർത്ഥ ഭവനമേതോ? ഖബറാണ് ചെറുപ്പക്കാരാ. എല്ലാവരും മരിക്കുമല്ലോ, എല്ലാവരും മരിക്കുമല്ലോ. അസ്രായീല് കടന്നു വന്നുകൊണ്ട് റൂഹ് പിടിക്കുമല്ലോ. പടച്ചവര്, നീ അതാ കേടുകൊണ്ട് അസ്രായീലിനോട് പറയുകയാണ്, അസ്രായീല് ഒരു സെക്കൻഡ് തന്നാൽ, ഒരു മിനിറ്റ് തന്നാൽ, ഒരു മണിക്കൂർ തന്നാൽ, ഒരു ദിവസം തന്നാൽ പടച്ചവന്റെ പള്ളിയിൽ പോയി നമസ്കരിക്കാമെന്ന് പറയുമ്പോ ഈ കളത്തൂരിന്റെ പ്രദേശത്തൂടെ ഫിത്ന ഉണ്ടാക്കിയവര്, ഫിത്ന ഉണ്ടാക്കിയവര്, കള്ളു കുടിച്ചവര്, ഹറാമ് ചെയ്തവര്, തിന്മകൾ ചെയ്തവര്, ലഹരി ഉപയോഗിച്ചവര് അസ്രായീലിനോട് കേടുകൊണ്ട് പറയുമ്പോ അസ്രായീല് പറയുന്നത്, വേണ്ടടോ, വേണ്ടടോ, നിനക്കെന്നെ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ റൂഹ് പിടിച്ചുകൊണ്ട് അസ്രായീല് പോവുകയോ. പടച്ചവരെ, രാവിലെയാകുമ്പോ നിന്റെ പ്രിയപ്പെട്ട മക്കള് വന്നുകൊണ്ട് നിന്നെ അതാ വിളിക്കുകയാണ്, ഉമ്മ വിശക്കുന്നു, ഉമ്മ ദാഹിക്കുന്നു, ഉമ്മ വിശക്കുന്നു ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് എണ്ണീക്കാൻ കഴിയുന്നില്ല. നീ അതാ അനങ്ങാൻ കഴിയാതെ നിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയില് കിടക്കുകയോ. നിന്റെ പ്രിയപ്പെട്ട മക്കളതാ കരയുകയാണ്. നിന്റെ പ്രിയപ്പെട്ട മാതാവും പിതാവും അതോ കരയുകയോ. പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദിന്റെ പ്രിയമുള്ളവര് പള്ളിയിലെ ബൈക്കിലൂടെ വിളിച്ചു പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്ന ആള് മരണപ്പെട്ടിട്ടുണ്ട്. നിന്റെ വീട്ടിലേക്ക് ആളുകൾ, എന്നെ പ്രിയപ്പെട്ടവര് ഒഴുകി വരികയാണ്, ഒഴുകി വരികയാണ്. ആളുകൾ ഇങ്ങനെ ഒഴുകി വരുമ്പോ ആരോ വന്നുകൊണ്ട് നിന്നെ അത് കുളിപ്പിക്കുകയാ. പള്ളിയിലെ ഉസ്താദ് കടന്നു വരികയാണ്. എന്നിട്ടതോ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അർഹമർ റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് കഫം പുടവ എന്നെ പ്രിയമുള്ളവരെ കെട്ടുകയാണ്. എന്നിട്ടതോ കളത്തൂരിന്റെ പ്രദേശത്തൂടെ ബെൻസിൽ സഞ്ചരിച്ചവര്, BMW സഞ്ചരിച്ചവര്, സൈക്കിളിൽ സഞ്ചരിച്ചവര്, ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചവര്, യഥാർത്ഥ വാഹനമേതോ? അല്ലാഹുവേ, നാലുകാലുള്ള സന്തൂക്കുണ്ടല്ലോ, നാലുകാലുള്ള സന്തൂക്കുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മുല്ലപ്പൂ ധരിച്ച
വിളിച്ചുകൊണ്ട് തയ്യാറാവുകയോ, അതിലേക്ക് നിന്നെ അതാ കയറ്റി വെക്കുകയാണ്. എന്നിട്ടതാ മയ്യത്ത് കട്ടിലിന്റെ 4 കാലുകളില് നിന്റെ മക്കളതോ പിടിക്കുകയോ, നീ അതാ കേണുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നെ കൊണ്ടുപോകല്ലേ, എനിക്ക് പേടിയാടാ, ഖബർ ഭയമാടാ, ആ ഖബർ കാണുമ്പോ പേടിയാടാ, ഖബറിന്റെ അകത്ത് ഉമ്മിച്ച ഒറ്റക്കാടാ, ഖബറിന്റെ അകത്ത് ഉപ്പ ഒറ്റക്കാടാ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ ആ മക്കളുണ്ടല്ലോ മൈൻഡ് ചെയ്യുന്നില്ല. അവരെന്നെ പ്രിയമുള്ളവരെ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആരുമില്ലാത്ത ഖബറിലേക്ക് കൊണ്ടുവെക്കുകയാ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറയുന്നത്, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതോ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടക്കു പകരം മളമ സുബ്ഹാനാ റബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. എന്നെ പ്രിയമുള്ളവര്, ഉസ്മാന് തങ്ങള് പറയുമ്പോ, ഉസ്മാന് തങ്ങള് ഖബർ കാണുമ്പോ കരഞ്ഞതന്ത്, ആ ഖബറിന്റെ അകത്ത് ഒറ്റയ്ക്ക് കിടക്കേണ്ടത് കൊണ്ടാണ്. ഒരു കൂട്ടുകാരും കടന്നു വരൂല, ഒരു കൂട്ടുകാരും കടന്നു വരൂല. കളത്തൂരിന്റെ പരിസരത്തന്നെ പ്രിയമുള്ളവര് ഒരുപാട് കൂട്ടുകെട്ടുള്ള ചെറുപ്പക്കാരാ. യഥാർത്ഥ കൂട്ടുകാരനാരോ, യഥാർത്ഥ കൂട്ടുകാരനാരോ? എടാ, നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ ഖബറിന്റെ ചാര വന്നിട്ട്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണല്ലോ, ഇവന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറയുന്ന കൂട്ടുകാരനാ, നന്മ ചെയ്യുന്ന കൂട്ടുകാരനാ. ഹറാമ് ചെയ്യുന്ന കൂട്ടുകാരൻ എന്നെ പ്രിയമുള്ളവര് നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട കൂട്ടുകാരെങ്ങനത്തതോ, നന്മ ചെയ്യുന്നവരാ, നന്മ ചെയ്യുന്നവരാ.